തെരഞ്ഞെടുപ്പിന്റെ ദിവസവും അതിനുശേഷവും LDF CPM പ്രവർത്തകർ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടതായി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. മയ്യിലിലടക്കം കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും UDF ബൂത്ത് ഏജന്റിനെതിരെയും ആക്രമണം നടന്നുവെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. CPMന് തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരാജയ ഭീതി മുന്നിൽ കണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ CPM പ്രവർത്തകരെ ഭരണത്തിന്റെ കൂടി ഒത്താശയോടെ UDF പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. പല സ്ഥലങ്ങളിലും അത് പ്രാദേശിക വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ സംഭവങ്ങൾ കണ്ണൂരിലെ പത്രങ്ങളിലെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന വ്യാപകമായി നടന്ന അക്രമ പരമ്പരകളുണ്ട്. അത് നിരവധിയാണ്. അതിൻ്റെ ചെറിയ ഒരു നോട്ട് ഇവിടെ തരുന്നുണ്ട്. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി G സുധാകരന്റെ ബൂത്ത് സന്ദർശനത്തിനിടയിൽ CPM പ്രവർത്തകർ തടഞ്ഞു. മണലൂരിൽ UDF സ്ഥാനാർത്ഥി TM പ്രതാപനെ പോളിംഗ് ബൂത്ത് സന്ദർശനത്തിനിടെ BJPക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തും പുനലൂരിലും തീരദേശ മേഖലയായ വാടിയിലും LDFന്റെ പ്രവർത്തകർ UDFകാരെ ആക്രമിച്ചു. പുനലൂരിൽ CPM കൗൺസിലർ കോൺഗ്രസിന്റെ വനിതാ കൗൺസിലറെ മർദ്ദിച്ചു. പത്തനാപുരത്ത് കണ്ടയം മാങ്ങോട് ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നതായി UDFന്റെ പരാതിയുണ്ട്. കൊച്ചി കളമശ്ശേരിയിൽ വാലുവയലും സംഘർഷം. കാസർഗോഡ് ഉദിനൂരിൽ UDFന്റെ വനിതാ ബൂത്ത് ഏജന്റിനെതിരെ നായ്ക്കരണപ്പൊടി ഉപയോഗിച്ചു. നായ്ക്കരണപ്പൊടി പ്രയോഗത്തിൽ പരിക്കേറ്റ ബൂത്ത് ഏജന്റ് രതിലയെയും മറ്റൊരു UDF പ്രവർത്തകനെയും ആശുപത്രിയിൽ പ്രവേശിച്ചു. അതേപോലെ പേരാവൂരിലെ 85-ാം ബൂത്ത് മുഴക്കുന്നിൽ ബൂത്ത് ഏജന്റ് മറ്റൊരു വനിത സജിതയെയും നായ്ക്കരണപ്പൊടി പരിക്കേൽപ്പിച്ചു. അവരും ചികിത്സ തേടിയിട്ടുണ്ട്. തൃക്കരിപ്പൂര് കുറ്റ്യാടി മണ്ഡലങ്ങളിൽ ഏജന്റന്മാർക്ക് UDFന്റെ ബൂത്ത് ഏജന്റന്മാരെ LDF പ്രവർത്തകർ മർദ്ദിച്ചു. ആലപ്പുഴ അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ പെരുമ്പളം ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടത്തിവിടാത്തതിനെ ചൊല്ലി സംഘർഷം. സ്കൂളിന് മുന്നിൽ രാത്രിയിൽ ഷാനിമോൾ ഉസ്മാൻ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തലേന്ന് പോളിംഗ് സ്റ്റേഷനിലെ ഗേറ്റ് അടച്ച ശേഷം വൈകിട്ട് 6:30 ഷാനിമോളെ ബൂത്തിന്റെ ഗേറ്റിന് മുൻപിലെത്തിയത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നു എന്ന് പരാതിയുണ്ട്. ഒറ്റപ്പാലത്ത് മീറ്റ്ന സീനിയർ ബേസിക് സ്കൂളിലെ 168, 169 ബൂത്തുകളിലും പടിഞ്ഞാറക്കര LP സ്കൂളിലെ 163-ാം ബൂത്തിലുമാണ് കള്ളവോട്ട് എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. അമ്പലപ്പാറ ALP സ്കൂളിലെ 98-ാം നമ്പർ ബൂത്തിലും ഇതേ പരാതിയുണ്ട്. ഈ ബൂത്തുകളിലെ ഓരോ വോട്ടുകൾ മറ്റാരോ രേഖപ്പെടുത്തിയെന്നാണ് ആക്ഷേപം. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലെ ഫറൂഖ് ചന്തയിലുള്ള പോളിംഗ് സ്റ്റേഷൻ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷത്തിൽ വോട്ടില്ലാത്ത LDF പ്രവർത്തകർ അകത്തേക്ക് ഇറങ്ങി. കണ്ണൂർ ജില്ലയിലെ വ്യാപകമായ അക്രമം, മലപ്പട്ടത്തും അതുപോലെ തന്നെ മയ്യിലുമെല്ലാം ഉണ്ടായ അക്രമം. മയ്യില് കോൺഗ്രസ് ഓഫീസ് ഗാന്ധി ഭവൻ പൂർണ്ണമായിട്ടും അടിച്ചു തകർത്തു. അവിടുത്തെ UDFന്റെ ബൂത്ത് ഏജന്റ് ഭാസ്കരന്റെ വീട് പൂർണ്ണമായിട്ടും അടിച്ചു തകർത്തു. പക്ഷേ പോലീസ് ഒരു ഭവനം ആക്രമിച്ച ഭവനവേതനത്തിന് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കുന്നതിന് പകരം ആ പ്രതിയെ ജാമ്യം കൊടുക്കാത്ത രൂപത്തിൽ നിസ്സാരമായ കേസെടുത്ത് ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. മുല്ലക്കൊടി UP സ്കൂളിലെ ഈ പോളിംഗ് ഏജന്റ് ഭാസ്കരന്റെ വീട്. പുഞ്ചക്കാട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകൻ അഭിജിത്തിനെ ബൈക്കിലെത്തിയ 10ഓളം പേർ ക്രൂരമായി ആക്രമിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിലെ കാനായി 61-ാം ബൂത്തിൽ വെച്ച് വാർഡ് കൗൺസിലർ രമേശിന്റെ മകൻ കള്ളവോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അത് തടഞ്ഞ ബൂത്ത് ഏജന്റായ INTUC സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുരേഷ് കാനാനിയെ CPMന്റെ 60ഓളം വരുന്ന പ്രവർത്തകർ ചേർന്ന് ബൂത്തിന്റെ പുറത്തു നിന്ന് ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ ഏളന്നൂരിലും UDF പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അതുപോലെ തന്നെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി കുഞ്ഞികൃഷ്ണനോട് അനുഭാവം ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ പുരുഷോത്തമന്റെ വീടിന് നേരെ അക്രമം. ധർമ്മടത്ത് കീഴത്തൂർ കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകന് നേരെ അക്രമം. ഈ വ്യാപകമായ അക്രമങ്ങളും പോലീസിന്റെ നിഷ്ക്രിയത്വവും പക്ഷപാതവും അതിനെല്ലാം ചെറുത്ത് ഈ പ്രവർത്തന രംഗത്ത് പോളിംഗ് ഡേയിലും അതിനു മുൻപും സജീവമായ കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നുവെന്നും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. തളിപ്പറമ്പിൽ മലപ്പട്ടത്ത് 234 നമ്പർ ബൂത്ത് UDF ഏജന്റ് രാജേഷിനെ CPM പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കള്ളവോട്ട് തടയാൻ ശ്രമിച്ചത് രാജേഷിനെയാണ് CPM സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 85-ാം നമ്പർ ബൂത്തിന് മാത്രമല്ല പായം മണ്ഡലത്തിലെ പായം പഞ്ചായത്തിലെ കോളിക്കടവിലും 21, 20 ബൂത്തുകളിൽ 20 ബൂത്തിലിരുന്ന വനിതാ ഏജന്റന്മാരെ ഭീഷണിപ്പെടുത്തി. അവിടേക്ക് പുറമേ നിന്നുള്ള വോട്ടർമാരല്ലാത്തവരെ അരച്ചു കയറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വനിതാ ബൂത്ത് ഏജന്റന്മാർ അതിനെ ചെറുത്തു. അവരെയാണ് ഭീഷണിപ്പെടുത്തിയത്. അവരുടെ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി.